ആ നാട്ടിലെ ഒരു ധനികൻ്റെ മകളായിരുന്നു കൃഷ്ണവേണി. അച്ഛനും അമ്മയ്ക്കും ഏക മകൾ. എല്ലാവിധ ആഡംബരങ്ങളിലും സുഖസൗകര്യങ്ങളിലും ജീവിച്ചിട്ട് കൂടിയും കൃഷ്ണവേണി അച്ചടക്കവും മര്യാദയുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. സഹജീവികളോടും പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളോടുമെല്ലാം വളരെ ഉദാരമനസ്കതയോടുകൂടിയാണ് അവൾ പെരുമാറിയിരുന്നത്. കൃഷ്ണവേണിയുടെ വീടിന് മുന്നിലൂടെ വലിയൊരു ഗ്രാമപാത കടന്നു പോകുന്നുണ്ട്. തൻ്റെ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലുള്ള ബാൽക്കണിയിൽ അവൾ സമയം കിട്ടുമ്പോഴൊക്കെ വന്നിരിക്കാറുണ്ട്. ആ വഴിയിലൂടെ കടന്നു പോകുന്നവരെ നോക്കിയിരിക്കുവാൻ അവൾക്ക് വല്ലാത്ത കൗതുകമാണ്. അതൊരു ഗ്രാമപ്രദേശമാകയാലും അധികം ജനവാസമില്ലാത്തതിനാലും അതുവഴി കടന്നു പോകുന്നവരിൽ പലരും അവളുടെ ചിരപരിചയക്കാരാണ്. ചിരപരിചയം എന്ന് വെച്ചാൽ നിത്യവും അവരെ കണ്ട് അവർ ഇവൾക്ക് പരിചയക്കാരായി എന്നാണ്. ഗ്രാമപാതയുടെ മറുവശത്ത് വിശാലമായ വയലേലകളാണ്. അവ കണ്ണെത്താ ദൂരത്തോളം പരന്നങ്ങനെ കിടക്കുകയാണ്. വയലേലകൾക്കപ്പുറത്ത് നിരനിരയായി പർവ്വതനിരകൾ ചക്രവാളം തീർത്തിരുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് അവിടേക്ക് നോക്കുമ്പോൾ അവ ഒരു നിഴൽ രൂപങ്ങൾ പോലെയാണ് അവൾക്ക് തോന്നാറ്. ഇവിടെ തൻ്റെ വീടിൻ്റെ രണ്ടാം നിലയിലുള്ള ബാൽക്കണിയിൽ അവൾ വന്നിരിക്കുമ്പോൾ വിശാലമായ പാടത്തിലൂടെ കടന്നു വരാറുള്ള തണുത്ത കാറ്റ് അവൾക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് നൽകാറ്. കണ്ണെത്താ ദൂരത്ത് പടർന്നു കിടക്കുന്ന പർവ്വതനിരകളിലേക്ക് അവളുടെ കണ്ണുകൾ എപ്പോഴും ആകാംക്ഷപൂർവ്വം ചെന്നെത്താറുണ്ട്. അവിടെ എന്തായിരിക്കും? അവിടെയും ആളുകൾ താമസമുണ്ടായിരിക്കുമോ? അതോ അതിനപ്പുറം വനമായിരിക്കുമോ? ഈ രീതിയിലുള്ള പല ചിന്തകളും അവളുടെ കുഞ്ഞു മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്നിരുന്ന കഥകളിലെ മാന്ത്രിക പരവതാനി ഒന്ന് തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കയറി പറന്നു ചെന്ന് ആ അജ്ഞാത തീരങ്ങളെ കണ്ണിറച്ച് കാണാമായിരുന്നു. അവൾ ഇങ്ങനെ ഓർക്കാറുണ്ട്. പാതയിൽ കൂടി നടന്നു പോകുന്നവരും അവളിൽ കൗതുകമുണർത്താറുണ്ട്. തലയിൽ ചുമടുകൾ വെച്ചുകൊണ്ട് പോകുന്ന ഗ്രാമവാസികളെയും അല്ലാതെ വെറുതെ നടന്നു പോകുന്നവരെയും ഒക്കെ നോക്കിയിരിക്കുവാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാതയിലൂടെ പതിയെ ഇഴഞ്ഞു നീങ്ങുന്ന കാളവണ്ടികളും കുലുങ്ങി നടക്കുന്ന കാളകളും അവൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. കാളകൾ നടന്നു പോകുമ്പോൾ താളത്തിൽ കിലുങ്ങുന്ന അവയുടെ കഴുത്തിലെ മണികളും കാളവണ്ടിയിൽ വന്നിരിക്കുന്ന കിളികളും അവൾക്ക് കൗതുകമേറെ നൽകി. കുലുങ്ങിയുള്ള വണ്ടിയിലെ യാത്രകൾ അവറ്റകളും ആസ്വദിക്കുന്നുണ്ടാകും. എന്നും സ്കൂൾ വിട്ട് വന്നാൽ ഉടൻ അവൾ ഓടി മുകളിൽ കയറാറുണ്ട്. അവിടെ ഇരുന്നാകും വൈകുന്നേരങ്ങളിലെ ചായ കുടിയും ഹോംവർക്കുമൊക്കെ ചെയ്യുക. വീടിനടുത്ത് അവൾക്ക് സുഹൃത്തുക്കളാരും തന്നെ ഉണ്ടായിരുന്നില്ല. സ്കൂളിലെ സഹപാഠികളൊക്കെ അല്പം ദൂരെയാണ്. അടുത്തുള്ള വീട്ടിലെ കുട്ടികളാരും കളിക്കാൻ ഇങ്ങോട്ട് വരാറില്ല. അവരൊക്കെ കുറച്ച് സാമ്പത്തിക ചുറ്റുപാടുകൾ കുറഞ്ഞ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട് അവരെയാരും കൃഷ്ണവേണിയുടെ അച്ഛന് വീട്ടിൽ കയറ്റുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതിൽ കൃഷ്ണവേണിക്ക് വല്ലാത്ത സങ്കടവും ഉണ്ടായിരുന്നു. അയൽപക്കത്തുള്ള ചില കുട്ടികൾ പാതയിലൂടെ നടന്നു പോകുമ്പോൾ ഇവൾ ബാൽക്കണിയിൽ ഇരിക്കുന്നത് അവർ കാണാറുണ്ട്. അവരെ കാണുമ്പോൾ ഇവൾ ആഹ്ലാദത്തോടെ കൈവീശി കാണിക്കും. അവർ തിരിച്ചും. താൻ കഴിക്കാൻ വെച്ചിരിക്കുന്ന മധുരപലഹാരങ്ങളിൽ കുറച്ച് അവൾ ഒരു കടലാസിൽ പൊതിഞ്ഞ് അവർക്കിട്ട് കൊടുക്കും. കൃഷ്ണവേണിയുടെ അമ്മയ്ക്ക് ഇക്കാര്യം അറിയാം. അതിനാൽ തന്നെ അവർ അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന മധുരപലഹാരങ്ങൾ അല്പം കൂടുതൽ വയ്ക്കാറാണ് പതിവ്. എങ്കിലും അവർ ഇതേക്കുറിച്ച് അറിയുന്നതായി ഭാവിക്കാറില്ല. തൻ്റെ മകൾ ചെയ്യുന്നത് ചെറിയൊരു ദാനപ്രവൃത്തിയല്ലേ, അതുമൂലം അവൾക്ക് ഭാവിയിൽ കുറച്ചും കൂടി നന്മകൾ കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് അവരും കരുതി. ഒരു ദിവസം കൃഷ്ണവേണി ടെറസിലിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നേരം സന്ധ്യയോടടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. അവൾ ഇരിക്കുന്നതിൻ്റെ വലതുവശത്തായി പാതയിൽ കൂടി ഒരു വൃദ്ധ നടന്നു വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ കയ്യിൽ ഒരു ഊന്നുവടിയുമുണ്ട്. അവരെ കണ്ടപ്പോഴേ അവൾക്ക് എന്തോ ഒരു അസ്വാഭാവികത അനുഭവപ്പെട്ടു. അവർ നന്നെ അവശയാണെന്ന് തോന്നിച്ചു. കൃഷ്ണവേണിയുടെ വീടിനടുത്തെത്താറായപ്പോൾ വൃദ്ധ കാലുകൾ കുഴഞ്ഞ പോലെ വേച്ച് വീഴാനായി ഭാവിക്കുന്ന കണ്ടു. അവൾ ഇരുന്നിടത്തു നിന്നും എണീറ്റ് മുന്നോട്ട് നീങ്ങി താഴേക്ക് നോക്കി. തങ്ങളുടെ ഗേറ്റിനരികിൽ ആ വൃദ്ധ അവശയായി ചുമരിൽ ചാരി ഇരിക്കുന്ന കണ്ടു. അവർക്കെന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നിയ അവൾ വേഗം ഓടി താഴേക്ക് വന്നു. ഗേറ്റ് അടച്ചിരുന്നു. അവൾ കയ്യെത്തിച്ച് ഗേറ്റിൻ്റെ കൊളുത്ത് മാറ്റി പുറത്തിറങ്ങി. അപ്പോൾ വൃദ്ധ വല്ലാതെ അവശയായി കഴിഞ്ഞിരുന്നു. അവളെ കണ്ടപ്പോൾ വൃദ്ധ പരിക്ഷീണതയായി അവളെ നോക്കി. അവൾ വൃദ്ധയുടെ അരികിലേക്ക് നീങ്ങി. എന്തു പറ്റിയെന്ന് അന്വേഷിച്ചു. അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള സ്ഥിതിയായിരുന്നില്ല അപ്പോഴവർക്ക്. അവൾ കുടിക്കാൻ വെള്ളം വേണോ എന്ന് ചോദിച്ചു. വേണം എന്നർത്ഥത്തിൽ വൃദ്ധ തലയാട്ടി. അവൾ ഓടി വീടിനകത്ത് പോയി. അടുക്കളയിൽ അമ്മയില്ലായിരുന്നു. അമ്മ അപ്പുറത്ത് പശുവിനെ തൊഴുത്തിൽ മാറ്റിക്കെട്ടുകയായിരുന്നു. അവൾ ഒരു ഗ്ലാസ്സിൽ വെള്ളവുമെടുത്ത് വേഗം വൃദ്ധയുടെ അടുത്തേക്ക് ഓടി വന്നു. അവർക്ക് ആ വെള്ളം കൊടുത്തു.
അവർ ആർത്തിയോടെ ആ വെള്ളം മുഴുവനും കുടിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ വൃദ്ധ മെച്ചമായ ഒരു നിലയിലേക്ക് വന്നു തുടങ്ങി. വിശക്കുന്നുണ്ടോ, എന്തെങ്കിലും കഴിച്ചോ എന്നവൾ ചോദിച്ചു. വൃദ്ധ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട് എന്നറിയിച്ചു. അവൾ മുകളിലേക്ക് ഓടിക്കയറി. അവൾക്ക് കഴിക്കാൻ വേണ്ടി അമ്മ കൊണ്ടുവന്ന് വെച്ച മധുര പലഹാരങ്ങളും വെള്ളം ചേർക്കാതെ കാച്ചി കുറുക്കി വെച്ചിരുന്ന പാലും എടുത്തുകൊണ്ട് താഴെ എത്തി. അതവൾ വൃദ്ധയ്ക്ക് കൊടുത്തു. കൃതജ്ഞതാപൂർവ്വം അവളെ നോക്കിയിട്ട് അവർ അത് വാങ്ങി കഴിക്കാൻ തുടങ്ങി. അവർ കഴിക്കുന്നത് നോക്കി നിൽക്കെ അവൾക്ക് അവരോട് എന്തെന്നില്ലാത്ത ഒരു കരുണ തോന്നി. വൃദ്ധ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ അവൾ പാലിരുന്ന പാത്രവും പലഹാരമുണ്ടായിരുന്ന തളികയും വാങ്ങി വേഗം അടുക്കളയിൽ കൊണ്ടുവന്ന് കഴുകി വെച്ചു. അമ്മയെങ്ങാനും കണ്ടോ എന്ന് അവൾ ചുറ്റും നോക്കി. ഭാഗ്യം, ആരും കണ്ടിട്ടില്ല. അവൾ വീണ്ടും വൃദ്ധയുടെ അരികിലേക്ക് വന്നു. ഇപ്പോൾ അവർ ഒരുവിധം ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞിരുന്നു. സംസാരിക്കാനുള്ള ശേഷി വീണ്ടും കിട്ടിയപ്പോൾ അവർ തനിക്ക് എന്താണ് പറ്റിയതെന്ന കാര്യം അവളോട് പറഞ്ഞു. അവർ അയൽ ഗ്രാമത്തിലുള്ളതാണ്. വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കുന്ന തൊഴിലാണ് അവരുടേത്. ഈ ഗ്രാമത്തിലാണ് അവരുടെ ഒരേ ഒരു മകനും കുടുംബവും താമസിക്കുന്നത്. കൃഷ്ണവേണി താമസിക്കുന്നിടത്തു നിന്നും അല്പം കൂടി അകലെയാണ് മകൻ്റെ വീട്. ഈ വൃദ്ധ ഇടയ്ക്കിടയ്ക്ക് മകനെയും കുടുംബത്തെയും കാണുവാൻ പോരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ താൻ ഇതുവരെ ഇവരെ കണ്ടിട്ടില്ലല്ലോ എന്നവൾ അതിശയിച്ചു. അപ്പോൾ വൃദ്ധ പറഞ്ഞു, ഞാൻ വരുന്നത് രാവിലെയായിരുന്നു എന്ന്. അപ്പോൾ കൃഷ്ണവേണി സ്കൂളിലായിരിക്കുമല്ലോ. പതിവ് പോലെ അവർ മകനും മരുമകൾക്കും കൊച്ചുമക്കൾക്കുമായി കുറച്ച് പലഹാരങ്ങളുമൊക്കെ ആയിട്ട് വരികയായിരുന്നു. ഇവിടേക്ക് വരുന്ന വഴി 2 ഗ്രാമങ്ങളുടെയും അതിരിലായി കുറച്ച് ഭാഗം ജനവാസമില്ലാതെ വിജനമായ ഒരിടമാണ്. അവിടെ വെച്ച് ചില തസ്കരന്മാർ വൃദ്ധയെ തടഞ്ഞു നിർത്തി കൊച്ചുമക്കൾക്ക് ഡ്രസ്സ് വാങ്ങുവാൻ വേണ്ടി വെച്ചിരുന്ന പണം അവർ തട്ടിപ്പറിച്ചു. എതിർക്കാൻ നോക്കിയപ്പോൾ അവർ ബലം പ്രയോഗിച്ചു. ആ പിടിവലിക്കിടയിൽ കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരുന്ന പലഹാരങ്ങൾ തറയിൽ ചിതറി വീണു. വൃദ്ധയുടെ എതിർപ്പ് രൂക്ഷമായപ്പോൾ അവർ വൃദ്ധയെ മർദ്ദിച്ചു. അവർ മർദ്ദനത്തിൻ്റെ പാടുകൾ അവളെ കാണിച്ചു കൊടുത്തു. മർദ്ദനമേറ്റ് അവശയായ അവർ ഒരിടത്ത് തളർന്നിരുന്നു. കൊച്ചുമക്കൾക്ക് കൊടുക്കുവാൻ കൊണ്ടുവന്ന കാശുമായി തസ്കരന്മാർ ഓടിയകലുന്നത് നിസ്സഹായതയോടെ അവർ നോക്കിയിരുന്നു. ഒപ്പം അവർക്ക് വാങ്ങിക്കൊണ്ടുവന്ന പലഹാരങ്ങൾക്ക് വേണ്ടി തെരുവ് നായകൾ മത്സരിക്കുന്നതും. സംഭവം നടന്നത് ഉച്ചയോടടുത്താണ്. ഇപ്പോൾ മണിക്കൂറുകൾ കടന്നിരിക്കുന്നു. വിശപ്പും ദാഹവും മാനസിക വ്യതയും എല്ലാം കൂടി അവരെ അവശയാക്കി കളഞ്ഞിരുന്നു. വെറും കൈയോടെ കൊച്ചുമക്കളുടെ അടുത്ത് കയറി ചെല്ലേണ്ടുന്ന ഗതികേടോർത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ഗൽഗതം തൊണ്ടയിൽ കുരുങ്ങി. അത് കണ്ടപ്പോൾ അവൾക്കും കരച്ചിൽ വന്നു. അവൾ വേഗം തൻ്റെ മുറിയിലേക്ക് ഓടി തൻ്റെ സമ്പാദ്യപ്പെട്ടിയായ കുടുക്കെടുത്ത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കി. ആരും കാണുന്നില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവൾ പതിയെ മുറ്റത്തേക്ക് വന്നു. മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ കൊണ്ടുവന്നിട്ട് ആ സമ്പാദ്യപ്പെട്ടി പൊട്ടിച്ചു. 2 കൈകൾ കൊണ്ടും അതിലുള്ള നോട്ടുകളും നാണയങ്ങളും പെറുക്കിയെടുത്ത് അതവൾ ആ വൃദ്ധയ്ക്ക് നൽകി. ആദ്യമൊക്കെ അവർ വിസമ്മതിച്ചുവെങ്കിലും അവളുടെ നിർബന്ധത്തിന് മുന്നിൽ അവർക്കത് വാങ്ങേണ്ടി വന്നു. എണീറ്റ് നടക്കാമെന്നായപ്പോൾ വൃദ്ധ പതിയെ എണീറ്റു. അവർ ചുറ്റിയിരുന്ന ചേരയുടെ തുമ്പിൽ അവൾ കൊടുത്ത അവളുടെ സമ്പാദ്യവുമുണ്ടായിരുന്നു. നിറകണ്ണുകളോടെ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് വൃദ്ധ മെല്ലെ നടന്നു നീങ്ങി. തന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ഒന്നുകൂടി ചുറ്റും വീക്ഷിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് ബോധ്യമാക്കിയതിന് ശേഷം അവൾ പതിയെ മുകളിൽ താൻ ഇരുന്ന ഭാഗത്തേക്ക് നടന്നു നീങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് 2 കണ്ണുകൾ വീടിന് സമീപത്തുള്ള ചായ്പിൽ ഉണ്ടായിരുന്നു. വളരെ ആകാംക്ഷപൂർവ്വം ഇതെല്ലാം നോക്കി കാണുകയായിരുന്ന ആ കണ്ണുകൾ 2 ഇപ്പോൾ നിറഞ്ഞു കവിയുകയാണ്. സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടുമാണ് ആ കണ്ണുകൾ നിറഞ്ഞിരുന്നത്.